ബഡ്ജറ്റിംഗ് ഇപ്പോൾ നമ്മൾ പൊതുവെ ചർച്ച അതാണ് എവിടെ പോയാലും ബഡ്ജറ്റിനെ കുറിച്ച്. കേന്ദ്ര ബഡ്ജറ്റ് നമ്മൾ രാജ്യത്തിന് വേണ്ടിയുള്ള മൊത്തം ഒരു ബഡ്ജറ്റായിട്ട് ഇറക്കും. ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടോ? നമുക്ക് ബഡ്ജറ്റ് ആവശ്യമുള്ളതല്ലേ? കാരണം ആസ് എ പേഴ്സൺ നമുക്കൊരു ബഡ്ജറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളാണ് നമ്മുടെ ഫാമിലിയിലെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് വേണ്ടേ? കാരണം നമ്മൾ ഏത് റൂളാണ് ഫോളോ ചെയ്യുന്നത്? ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് ആർക്കും പ്രത്യേകിച്ച് ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും പറയുന്നൊരു ക്വസ്റ്റ്യൻ, സമ്പാദിക്കുന്നുണ്ട്, പൈസ എവിടെ പോയെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ കയ്യിലൂടെ കടന്നുപോയ പണം നമ്മളെവിടെ എത്തിക്കില്ല. നമ്മൾ കയ്യിൽ കരുതി വെച്ച പണം മാത്രമേ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. കാരണം നമ്മളെ കൃത്യമായ ഇൻകം എത്രയാണ്, നമ്മുടെ എക്സ്പെൻസസ് എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂളാണ് 50-30-20 റൂൾസ്. കാരണം നമ്മളെ ഇൻകത്തിൻ്റെ ഒരു 50% വരെ മാക്സിമം എക്സ്പെൻസസിലേക്ക്, കാരണം ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ടാവും, ചിലപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് ഉണ്ടാവും. അതെന്തൊക്കെയാണ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ 30% വാൺസിനും 20% മിനിമം 20% നമ്മൾ സേവ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കൃത്യമായൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക, വെദർ വി ഗോട്ട് ഇനഫ് മണി ഫോർ ദ ഫ്യൂച്ചർ. അതുപോലെ എനിക്ക് ബഡ്ജറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. നിങ്ങളെ ബഡ്ജറ്റ് കൃത്യമായി ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് 14 years, ആസ് എ പാർട്ട് ഓഫ് അർമാൻ കൺസൾട്ടിങ്, ഡെഫിനറ്റ്ലി വി ആർ ഗിവിങ് യു ബഡ്ജറ്റിംഗ്. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ബഡ്ജറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ഫണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻകം പ്രൊട്ടക്ഷൻ, അതായത് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളെ ഫ്യൂച്ചറിൽ കൃത്യമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ മേക്ക് ഷുവർ യു ഹാവ് പ്രോപ്പർ ബഡ്ജറ്റ്. താങ്ക് യു വെരി മച്ച്.